കല്യാണ കച്ചേരി. കാർത്തി ഉറക്കെ പറഞ്ഞതും എന്താണെന്ന ഭാവത്തിൽ ഭൂമി കാർത്തിക്കിനെ നോക്കി. നോക്കാതെയും കാണാതെയും നടന്ന് ചില്ല് കാലിത്തറച്ച് കയറണ്ട, ഒരു താക്കീതുപോലെ കാർത്തി അത് പറയുകയാണ്. അപ്പോഴാണ് ഭൂമി വാതിലിനരികിൽ തന്നെ നിന്നുകൊണ്ട് അകത്തേക്ക് നോക്കിയത്. ഇവിടെ ഇനി എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? നിനക്ക് പോയിരുന്ന് പഠിച്ചൂടെ? ഒരലർച്ച പോലെ കാർത്തി വീണ്ടും പറഞ്ഞു. ദേഷ്യത്തിൽ ഭൂമിയുടെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു. അല്പനേരം തലയ്ക്ക് കൈകൊടുത്ത് നിന്ന ശേഷമാണ് കാർത്തിയും സ്വബോധത്തിലേക്ക് വന്നത്. പെട്ടെന്ന് തനിക്ക് എന്താണ് സംഭവിച്ചത്? അവന് യാതൊരുവിധ എത്തുംപിടിയും കിട്ടുന്നില്ല. ഭൂമി ഈ മുറിയിലായിരിക്കുമെന്ന് കരുതിയാണ് അവൻ വന്നത്. എന്നാൽ അതിന് വിപരീതമായി ഭൂമിയെ അപ്പുറത്തെ മുറിയിൽ വീണ്ടും കണ്ടതോടെ അവന് ദേഷ്യം വന്നു. എത്ര ആലോചിച്ചിട്ടും കാർത്തി എന്താണ് തന്നോട് അങ്ങനെ പെരുമാറിയത് എന്ന കാര്യത്തിൽ ഭൂമിക്ക് യാതൊരുവിധ നിശ്ചയവും ഉണ്ടായിരുന്നില്ല. ഓരോ നേരത്ത് ഓരോ സ്വഭാവമാണ്, ഒരുമാതിരി വെട്ടുപോത്തിൻ്റെ സ്വഭാവം. ഭൂമി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പതിയെ എപ്പോഴോ ഉറക്കം വന്നപ്പോൾ അവൾ കിടന്നുറങ്ങി. രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് അവൾ നേരത്തെ പോകാനിറങ്ങി. ഇന്നും സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ മോളെ? ഭൂമിയോടായി സുഭദ്ര ചോദിച്ചു. ഉണ്ടമ്മേ. അതും പറഞ്ഞ് ഭൂമി ധൃതിയിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്നും കാർത്തിയുടെ വിളി വന്നത്. ഭൂമി എവിടേക്കാണ് ഇത്ര രാവിലെ പോകുന്നത്? കാർത്തിക് ജോഗിങ് കഴിഞ്ഞു വന്ന് കുളിക്കുന്ന സമയമായിരുന്നു അത്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഭൂമി ആ സമയത്ത് കോളേജിൽ പോകാൻ ഇറങ്ങുന്നത്. എന്നാൽ ഇന്ന് കാർത്തിക് കുളിക്കാൻ പോലും നിൽക്കാണ്ട് ഭൂമിയെ പിടിക്കുവാൻ നിൽക്കുമായിരുന്നു. അത് പിന്നെ ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഭൂമി ഒരുവിധം മുക്കിമോളി പറഞ്ഞൊപ്പിച്ചു. ആണോ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് ടീച്ചർ? ഇംഗ്ലീഷ് എടുക്കുന്നത് ആൻസി മിസ് അല്ലേ? ഞാൻ മിസ്സിനെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ? കാർത്തി വീണ്ടും അങ്ങനെ ചോദിച്ചപ്പോൾ അറിയാതെ ഉമിനീരിറക്കിപ്പോയി ഭൂമി. പെട്ടെന്ന് കാർത്തിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ കേട്ടതും നെറ്റി ചുളിച്ച് ഭൂമിയെ നോക്കി സുഭദ്ര. ഭൂമിയാണെങ്കിൽ പിടിക്കപ്പെട്ട ഭാവത്തിൽ സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ശേഷം പരാജയപ്പെട്ടതുപോലെ നിന്നു. കാർത്തി ഫോണെടുത്ത് ആൻസിയുടെ നമ്പർ ഡയൽ ചെയ്യുന്ന പോലെ കാണിച്ചു. എന്നിട്ടത് ചെവിയിലേക്ക് വെച്ചു. ഭൂമി കരുതിയത് കാർത്തി ശരിക്കും ടീച്ചറിനെ വിളിക്കുകയാണെന്നാണ്. സർ പ്ലീസ് ടീച്ചറിനെ വിളിക്കല്ലേ, പെട്ടെന്ന് ഭൂമി പറഞ്ഞു. പറയുന്ന കള്ളത്തിൻ്റെ വ്യാപ്തി വെളിവാകും പോലെ അവളുടെ മുഖത്ത് ആകുലത തെളിഞ്ഞു നിന്നു. എന്താ വിളിച്ചാൽ? താനല്ലേ പറഞ്ഞത് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്? ഞാനത് ഒന്നും കൂടി കൺഫേം ചെയ്യട്ടെ. അത് ഞാൻ കള്ളം പറഞ്ഞതാ. കാര്യം മനസ്സിലാകാത്ത പോലെ സുഭദ്രയും കാർത്തിക്കും ഭൂമിയെ നോക്കി. അത് പിന്നെ സാറിന് ഞാൻ സാറിൻ്റെ ഒപ്പം കോളേജിൽ വരുന്നത് ഇഷ്ടമല്ലല്ലോ. സാർ എന്നെ കൊണ്ടുപോകാൻ കൂട്ടാതെ വരുമ്പോൾ അമ്മ കയറി ഇടപെടും. പിന്നെ അത് വലിയ വഴക്കാകും. മാത്രമല്ല, നമ്മൾ ഒന്നിച്ചില്ലാതെ കോളേജിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്കിടയിലും പല പല സംസാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വരും മുമ്പ് കോളേജിൽ പോയിരിക്കുന്നത്. ഭൂമിയുടെ വായിൽ നിന്നും പെട്ടെന്നങ്ങനെ കേട്ടപ്പോൾ സുഭദ്രയേക്കാൾ വിഷമം കാർത്തിക്കാണ് തോന്നിയത്. ഇത്രയും നേരത്തെ വീട്ടിലിറങ്ങിയിട്ട് മോള് പിന്നെ എന്ത് ചെയ്യും? അത് ഞാൻ കുറച്ച് സമയം ബസ് സ്റ്റോപ്പിൽ പോയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത് വരുന്ന ബസ്സിൽ കയറി കുറച്ച് സമയം കോളേജിലിരിക്കും. അപ്പോഴേക്കും കോളേജ് തുറക്കും. കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ ക്ലാസ് റൂമിലേക്ക് പോകും. ഭൂമിയുടെ സംസാരം കേട്ടപ്പോൾ സുഭദ്രയ്ക്ക് അവളോട് പിന്നെയും അലിവ് തോന്നി. ഈ വീട്ടിൽ വലിയൊരു വഴക്ക് നടക്കാതിരിക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയാണ് ത്യജിക്കുന്നതെന്നോർക്കവേ അവർക്ക് ഭൂമിയോടുള്ള ഇഷ്ടം 10 മടങ്ങ് വർദ്ധിച്ചു. എന്നാൽ അതേ സമയം തന്നെ അവർ ദേഷ്യത്തോടെ അരികിൽ നിൽക്കുന്ന തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. അമ്മ എന്തിനാ എന്നെ ദേഷ്യപ്പെട്ട് നോക്കുന്നത്? ഞാൻ പറഞ്ഞില്ലല്ലോ ഇവളോട് നേരത്തെ പോകാൻ. ഇതിപ്പോൾ അമ്മയുടെ മുഖം കണ്ടാൽ തോന്നും ഞാൻ നിർബന്ധിച്ചാണ് ഭൂമിയെ ഇവിടെ നിന്ന് എന്നും രാവിലെ കോളേജിലേക്ക് പറഞ്ഞയക്കുന്നതെന്ന്. കാർത്തി ഇനി ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് പൊട്ടം കളിക്കരുത്. ഈ വീട്ടിൽ വലിയൊരു വഴക്ക് ഈ വിഷയത്തെ ചൊല്ലി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ അവൾ രാവിലെ എന്നും എണീറ്റ് പോകുന്നത്. അത് കണ്ടിട്ടും നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ? അതോ നീ അഭിനയിക്കുന്നതാണോടാ? പെട്ടെന്ന് സുഭദ്ര അങ്ങനെ ചോദിച്ചപ്പോൾ കാർത്തി ഉത്തരമില്ലാതെ നിന്നു. ഭൂമി ഒരു 10 മിനിറ്റ് ഞാനിപ്പോൾ റെഡിയായി വരും. നമുക്കൊന്നിച്ച് കോളേജിലേക്ക് പോകാം. ഇന്ന് മാത്രമല്ല
ഇനി എല്ലാ ദിവസവും എനിക്കൊപ്പം നീ കോളേജിലേക്ക് വന്നാൽ മതി. പെട്ടെന്ന് കാർത്തികിൻ്റെ വായിൽ നിന്ന് അങ്ങനെ കേട്ടത് വിശ്വസിക്കാനാവാത്തതുപോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സുഭദ്ര. എന്നാൽ അവനാണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാതെ നേരെ അവൻ്റെ റൂമിലേക്ക് പോയി. തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ഭൂമി സോഫയിലേക്കിരുന്നു. പറഞ്ഞതുപോലെ തന്നെ കൃത്യം 10 മിനിറ്റ് കഴിയാറായതും കാർത്തിക് അവൻ്റെ ബാഗും മറ്റു കാര്യങ്ങളുമൊക്കെയായി താഴേക്ക് വന്നിരുന്നു. വാ. സോഫയിലിരിക്കുന്ന ഭൂമിയെ നോക്കി കാർത്തി വിളിച്ചു. ഭൂമി നേരെ നോക്കിയത് അവൾക്ക് തൊട്ടടുത്തായി നിൽക്കുന്ന സുഭദ്രയാണ്. ചെല്ലുമോളെ, അവൻ വിളിച്ചതല്ലേ. ഭൂമി അവളുടെ ബാഗും സാധനങ്ങളും എടുത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് കാർത്തിക്കിൻ്റെ കാറിലേക്ക് കയറിയത്. അതിന് കാരണം മറ്റൊന്നുമല്ല, എന്നായാലും തമ്മിൽ പിരിയേണ്ടവരാണ് താനും കാർത്തിക്കുമെന്ന് ഭൂമിക്ക് നല്ല നിശ്ചയമുണ്ട്. വരുന്ന ഒരു വർഷക്കാലം നല്ല സുഹൃത്തുക്കളായിരിക്കാമെന്ന് കാർത്തി പറഞ്ഞെങ്കിലും ഭൂമിക്ക് ഭയമാണ്. അറിയാതെ താൻ അയാളെ പ്രണയിച്ചു പോകുമോ എന്നൊരു ഭയം. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം അവൾ കാർത്തിക്കുമായി മിണ്ടാനോ ഇടപഴകാനോ വരുന്ന സാഹചര്യങ്ങളൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്നത്. കാറിൽ കയറിയവർ ഏറെ ദൂരം പിന്നിട്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് കാണുകെ കാർത്തിക്കിന് ചെറുതല്ലാത്ത ഒരു ദേഷ്യം വന്നു. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഭൂമി ഓക്കെ അല്ലേ? കാർത്തി ഭൂമിയോടായി ചോദിച്ചു. അതെ, ഭൂമി മറുപടിയും കൊടുത്തു. പിന്നെ വേറെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? സാർ എന്തിനാണ് എനിക്ക് ആവശ്യമില്ലാത്ത സ്നേഹവും പരിഗണനയൊക്കെ തരുന്നത്? എനിക്കിതൊക്കെ കാണുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെയാണ്. സാറിനോട് ഇങ്ങനെ എല്ലാം കാണിക്കുന്നത് വെറും കുറ്റബോധത്തിൻ്റെ പുറത്താണെന്ന് എനിക്കറിയാം സാറേ. ദയവേത് എന്നെ എൻ്റെ വഴിക്ക് വിട്. മുൻപ് സാറ് തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഒരേ മുറിയിൽ താമസിക്കുന്ന 2 അപരിചിതർ മാത്രമായിരിക്കും നമ്മളെന്ന്. എനിക്കറിയാം സാറിന് അനുപമ മിസ്സിനെ ഇഷ്ടമാണെന്ന്. മിസ്സിന് സാറിനെയും. പരസ്പരം ഇഷ്ടപ്പെട്ട നിങ്ങൾ 2 പേരുമാണ് വിവാഹം കഴിക്കേണ്ടത്, ഒരുമിച്ച് ജീവിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്കിടയിലേക്ക് വലിഞ്ഞു കയറി വന്ന ഒരാളാണ് ഞാൻ. സാറ് പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ അമ്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയ ശേഷം വേണം നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കേണ്ടത്. പെട്ടെന്ന് ഭൂമി അത് പറഞ്ഞതും കാർത്തിക്കിൻ്റെ കാലുകൾ അറിയാതെ ബ്രേക്കിൽ അമർന്നു. സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരുന്നതുകൊണ്ട് തന്നെ ഭൂമി ഒന്ന് മുന്നോട്ടേക്ക് ആഞ്ഞു. പെട്ടെന്ന് തന്നെ കാർത്തിക്കിൻ്റെ കരുത്തുറ്റ കൈകൾ അവളെ തടഞ്ഞു നിർത്തി. അവൻ്റെ വിരലുകൾ തന്നെ മൃദുലതയിൽ അമർന്നതും ശ്വാസം വിലങ്ങിയതുപോലെ ഇരുന്നുപോയി ഭൂമി. അവളുടെ ദേഹം മുൻപിലേക്ക് ചെന്ന് ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് കൈവച്ചതാണ് കാർത്തി. പക്ഷേ അത് ഇങ്ങനെ ആകുമെന്ന് അവനും വിചാരിച്ചില്ല. ഭൂമിയുടെ മുഖത്തേക്ക് നോക്കാനും അവനൊരു ചമ്മൽ പോലെ. സോറി. ചെറിയൊരു വിക്കലോടെ കാർത്തി പെട്ടെന്നത് പറഞ്ഞെങ്കിലും ഭൂമി അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അല്പസമയത്തിന് ശേഷം കാർത്തിക് കാറ് മുന്നോട്ടെടുത്തു. പക്ഷേ അവൻ്റെ മനസ്സിൽ അപ്പോഴും ഭൂമി കുറച്ചു മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഭൂമി തൻ്റെ പേരും അനുപമയ്ക്കൊപ്പം ചേർത്ത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് തനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ദേഷ്യം വരുന്നതെന്ന് ആലോചിച്ച് നോക്കുവാണ് കാർത്തി. കുറച്ച് സമയമെടുത്താണെങ്കിലും അവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഭൂമിയോട് എനിക്ക് പ്രണയമല്ല, എന്നാൽ ദേഷ്യവുമില്ല. ഇതിനൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന മറ്റെന്തോ ഒന്ന്, വെറുമൊരു പേരിട്ട് നിർവചിക്കാനാവാത്ത ഒരു വികാരം. കാർത്തി തലയൊന്നു കുടഞ്ഞു. കോളേജ് കോമ്പൗണ്ടിനടുത്തേക്ക് അവരുടെ കാർ ചെന്ന് കയറുമ്പോൾ പാർക്കിങ്ങിൽ കാർത്തിക്കിനെ കാത്ത് അനുപമയുണ്ടായിരുന്നു. പതിവിന് വിപരീതമായി കാർത്തിക്കിനൊപ്പം ഭൂമിയെ കൂടി കണ്ടതോടെ അനുപമയുടെ മുഖം കറുത്തു. കാർത്തിയാണെങ്കിൽ അനുപമയെ കണ്ടതുകൂടി ഉണ്ടായിരുന്നില്ല. അവരുടെ കാറ് കോളേജ് എത്തിയ നേരം തന്നെ ഭൂമി ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങി കാർത്തിക്കിനൊരു താങ്ക്സ് പറഞ്ഞിട്ട് അകലെ മരച്ചുവട്ടിലിരിക്കുന്ന സുമയുടെ അടുത്തേക്ക് നടന്നു. ഇന്നെന്താ ഭൂമി ഈ പതിവില്ലാത്ത വിധം സാറിനോടൊപ്പം? ഓ, അതൊരു വലിയ കഥയാടി. മരച്ചുവട്ടിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് നടക്കുന്ന നേരം തൻ്റെ വീട്ടിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭൂമി സുമയോട് പറഞ്ഞു. ആഹാ, അത് കൊള്ളാലോ. നിന്നെ അവിടെ പിടിച്ചു നിർത്തി. എന്തായാലും സാറിൻ്റെ ഒപ്പം കൊണ്ടുവരണമെങ്കിൽ കാർത്തിക് സാറിന് എവിടെയൊക്കെയോ നിന്നോട് ഇഷ്ടം തോന്നി. അതാണ് മോളെ ഇതിൻ്റെ അർത്ഥം. വേണ്ട സുമി, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. കാർത്തിക് സാറിന് അനുപമ മിസ്സിനെയാണ് ഇഷ്ടം, മിസ്സിന് സാറിനെയും. അവരാണ് ഒന്നിക്കേണ്ടത്. ഞാൻ അവർക്കിടയിലേക്ക് വന്നു കയറിയ വെറുമൊരു സ്ട്രേഞ്ചർ മാത്രമാണ്. ഭൂമി അത് പറഞ്ഞു നിർത്തിയതും സുമി പറഞ്ഞു തുടങ്ങി.
അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. മിസ്സിനെ കുറിച്ച് പുതിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. പുതിയതെന്നും പറയാൻ പറ്റില്ല, ന്യൂസ് പഴയതാണ്, പക്ഷേ നമുക്കല്പം പുതിയതാണ്. എൻ്റെ കസിൻ ഫാത്തിമ PGക്ക് പഠിച്ചതേ CT കോളേജിലായിരുന്നു. ഇന്നലെ നീ വീട്ടിൽ വന്നു പോയപ്പോൾ നിന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ ഫാത്തിമയോട് പറഞ്ഞു. അപ്പോൾ നിന്റെ ഫോട്ടോ കാണിക്കാനായി ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് മിസ്സും ഞങ്ങളുടെ സംസാരത്തിനിടയിലേക്ക് വന്നത്. അപ്പോൾ ഫാത്തിമയാണ് പറഞ്ഞത് അവൾ പഠിച്ച കോളേജിൽ ഈ മിസ്സ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന്. അവർക്കിതിനു മുമ്പ് ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. അവൾ കഴിഞ്ഞ വർഷം പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തൊട്ടേ മിസ് ഒരു പ്രേമരോഗിയായിരുന്നുവെന്ന്. പ്രേമരോഗിയോ? നീ എന്തൊക്കെയാ സുമി പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയണേ. എടി, പ്രേമരോഗി എന്ന് വെച്ചാലേ നല്ല കാശുള്ള വീട്ടിലെ കാണാൻ കൊള്ളുന്ന ആമ്പിള്ളേരെ കാണുമ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പ്രേമമെന്ന് തോന്നുന്ന ഒരസുഖം വരും. അതാണ് പ്രേമരോഗം. 2 കൊല്ലം മുമ്പ് വരെ അവരുടെ ആത്മാർത്ഥ പ്രണയം ഒരാകാശ് സാറുമായിട്ടായിരുന്നു. അതാരാ ആകാശ് സാറ്? ഫാത്തിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴവിടെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് സാറാണെന്ന്. സാറിൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര റിച്ചായിരുന്നു. ഫാദറിന് ബിസിനസ്സൊക്കെ ആയിരുന്നു. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? സാറിൻ്റെ ഫാദറിന് അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണർ ചതിച്ചു. അങ്ങനെ ബിസിനസ് എല്ലാം നഷ്ടത്തിലായി. സാറിൻ്റെ ഫാദർ ആത്മഹത്യ ചെയ്തു. അച്ഛൻ ആത്മഹത്യ ചെയ്തോടെ അവരുടെ ബിസിനസ് പൂർണ്ണമായും തകർന്നുപോയി. ആ സമയത്താണ് അനുപമ മിസ് സാറിനെ ഉപേക്ഷിക്കുന്നത്. മറ്റൊന്നും കണ്ടല്ല, അവർ വിചാരിച്ച പോലെ പണവും സമ്പാദ്യവും ഒന്നും ഇനി സാറിനില്ലല്ലോ. അതുകൊണ്ട്. അതിനൊക്കെ ശേഷമല്ലേ അനുപമ മിസ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. കാർത്തിക് സാറിന് ഇവരുടെ പാസ്റ്റിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. പെട്ടെന്ന് സുമയുടെ വായിൽ നിന്നത് കേട്ടതും വിശ്വസിക്കാനാവാത്തതുപോലെ ഭൂമി സുമയെ നോക്കി. എന്നാലും എൻ്റെ സുമി, ഈ മിസ് ഇത്രക്കാരിയായിരുന്നോടി? അതിശയം പോലെ ഭൂമി അത് ചോദിച്ചു. എൻ്റെ മോളെ, ഇനി നീ എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കിടക്കുന്നു? ഇവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഫാത്തിമ എനിക്ക് പറഞ്ഞു തന്നതാ. അതിനുശേഷം അവിടുത്തെ ഇലക്ട്രോണിക്സിലെ ഒരു സാറുമായിട്ട് മിസ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ നടത്തിയത്രേ. ലാബിലൊക്കെ വെച്ച് കുട്ടികൾ ഇവരെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെന്ന്. സുമയുടെ വായിൽ നിന്നും അനുപമയെക്കുറിച്ച് കേട്ട കാര്യങ്ങളറിഞ്ഞ് ഭൂമിക്ക് മനസ്സിലവളോട് അവജ്ഞ തോന്നി. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അനുപമയെക്കുറിച്ച് കേട്ടതെങ്കിലും അതേസമയം കാർത്തികിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് സഹതാപവും തോന്നി. കാർത്തികിനെ അനുപമയും ഏതു വിധേനയും ചേർത്ത് വെക്കണമെന്ന് വിചാരിച്ച ഭൂമിയുടെ മനസ്സിലിപ്പോൾ ഏതു വിധേനയും കാർത്തികിനെ അനുപമയിൽ നിന്നും അടർത്തി മാറ്റണമെന്ന് ചിന്തിക്കുന്നു. കാരണം അനുപമയെപ്പോലെ ഒരാളെയല്ല കാർത്തിക് അർഹിക്കുന്നതെന്ന് ഭൂമിക്ക് മനസ്സിലായിരുന്നു. കാർത്തിക് അനുപമയെ ശ്രദ്ധിക്കാതെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ വിളി പിന്നിൽ നിന്നും വന്നു. കാർത്തി. സത്യത്തിൽ ആ നിമിഷമാണ് കാർത്തി അനുപമയെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്താ കാർത്തി ഒരു മൈൻഡില്ലാതെ പോന്നേ? നമ്മളെയൊക്കെ ഇത്ര പെട്ടെന്ന് മടുത്തോ? അനുപമയുടെ വായിൽ നിന്നും അവൾ പോലും അറിയാതെ പെട്ടെന്ന് വീണുപോയ വാക്കുകൾ. ചേ, എന്ത് വർത്താനമാണ് അനുപമ ഈ പറയുന്നത്? ഒന്നുമില്ലെങ്കിലും അധ്യാപികയായി നിന്റെ വായിൽ നിന്ന് വീഴാൻ പറ്റിയ വാക്കുകളാണോ ഇത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അനു, കോളേജിൽ വെച്ചുള്ള ഓവർ സംസാരമൊന്നും വേണ്ടെന്ന്? കാർത്തി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല. എന്തുദ്ദേശിച്ച് പറഞ്ഞതായാലും ശരി, നീ പറഞ്ഞ കാര്യം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതൊരു ശരിയായ വാക്കുകളായിരുന്നോ? അനുപമയ്ക്കും തോന്നിയിരുന്നു അങ്ങനെ ഒരു ഭാഷയിലായിരുന്നില്ല കാർത്തികിനോട് സംസാരിക്കേണ്ടതെന്ന്. തൽക്കാലം അവൾ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ ഒന്നും അറിയാത്ത പോലെ കാർത്തികിനോട് സംസാരിച്ചു തുടങ്ങി. എങ്ങനെയുണ്ടായിരുന്നു പൂജയൊക്കെ? വളരെ ഭംഗിയായി തന്നെ നടന്നു. ചുരുങ്ങിയ വാക്കുകളിൽ കാർത്തി മറുപടി ഒതുക്കുമ്പോൾ അനുപമയ്ക്ക് മനസ്സിൽ ചെറുതായി ഭയം തുടങ്ങിയിരുന്നു. കാർത്തി ഭൂമിയെ പ്രണയിക്കാൻ തുടങ്ങിയോ എന്ന്. അതിൻ്റെ പേരിലാണോ അവന് തന്നോട് ഇത്രയും അകൽച്ച കാണിക്കുന്നതെന്ന്. ഏതു വിധേനയും കാർത്തികിൻ്റെ മനസ്സിൽ ഭൂമിയെക്കുറിച്ചൊരു മോശം ഇമേജ് ഉണ്ടാക്കാൻ തന്നെ അനുപമ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ പിന്നീട് കാർത്തികിനോട് അധികമൊന്നും സംസാരിക്കാതെ അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. അതേ കൂട്ടുകാരെ, നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സായി. എൻ്റെ ഒപ്പം കൂടിയ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ സ്റ്റോറിയെല്ലാം സെറ്റാക്കിക്കൊണ്ടേ ഒരു 5 പാർട്ടി നമുക്കിതങ്ങ് തീർത്താലോ? നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ. അല്ലെങ്കിൽ പിന്നെ ലെങ്ത് കൂട്ടാം.
പാർട്ട് കൂട്ടിത്തരാം. പക്ഷെ നിങ്ങൾക്ക് ബോറാകുമോ എന്നൊരു പേടി. എന്തായാലും അഭിപ്രായം പറയണേ. ഭൂരിപക്ഷം ആളുകൾ പറയുന്ന പോലെ ഞാൻ ചെയ്യാം കേട്ടോ. സ്നേഹത്തോടെ മിത്രവിന്ദ. താങ്ക് യു.